ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന നല്ല കിടിലൻ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെ, എലികളെ ഒക്കെ പാറ്റയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. എന്ത് സാധനം വെച്ചാലും, ഫുഡ് സാധനം ആയിക്കോട്ടെ, പ്ലാസ്റ്റിക്, നമ്മുടെ തുണികളൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം വന്ന് കറണ്ട് ഇരുന്നുകൊണ്ടിരിക്കുന്നത് എലികളെ, അതുപോലെ പല്ലികൾ, പാറ്റ, ഇതിനൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേണ്ടിയിട്ട് ആദ്യം വേണ്ടിയത് ഇഞ്ചിയാണ്. അപ്പോൾ ഈ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട, ഇതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം മതി. ഇനി അതിൻ്റെ കുറച്ച് പോർഷൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ചെറുതായിട്ടുള്ള പാട്ടാണ് എടുത്തിരിക്കുന്നത്. തൊലി കളയണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ ഇവിടെ തൊലി കളഞ്ഞിട്ടില്ല. ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി എന്ത് മാത്രം എടുത്തോ അതനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇവിടെ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി മുളക് പൊടിക്ക് പകരം നമുക്ക് പച്ചമുളകും ചേർക്കാവുന്നതാണ്. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിടാവുന്നതാണ്. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ താഴെ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്ത ഇഞ്ചി, മുളക് പൊടി, അതുപോലെ ഉപ്പ്, ബേക്കിംഗ് സോഡയൊക്കെ ഈ എലിക്ക് അത്ര ഇഷ്ടമുള്ളതൊന്നുമല്ല. അത് ഉള്ളിൽ ചെന്നാൽ തന്നെ അതിന് പെട്ടെന്ന് പരവേശം എടുത്തിട്ട് ചത്തു പോകുന്നതായിരിക്കും. അല്ല, അവിടെ ആ പ്രദേശത്ത് തന്നെ ഓടിപ്പോകുന്ന ഒരു വെപ്രാളമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളാണ്. അപ്പം ഇത് എലി കഴിക്കത്തില്ല. അപ്പോൾ ഇതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് 2-3 സാധനങ്ങളോട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ബിസ്ക്കറ്റാണ്. അപ്പോൾ 3 പീസ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ നമുക്ക് പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ മിക്സർ ജാറിലിട്ട് പൊടിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടികല്ലിൽ വേണേൽ ഇട്ട് പൊടിക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ ഇത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചാണ് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഗ്ലൗസ് ഇട്ട് വേണം മിക്സ് ചെയ്യാൻ. നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്താണ് മുളക് പൊടിയൊക്കെ. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് നീറും. അതുകൊണ്ട് ഗ്ലൗസ് ഇട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിനകത്തെ ബിസ്ക്കറ്റിൻ്റെ വലിയ വലിയ പീസൊക്കെ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എലി, പല്ലി, പാറ്റയൊക്കെ തുരുത്താനുള്ള കുറേ ടിപ്സ് നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ബിസ്ക്കറ്റും നെയ്യൊക്കെ എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. നെയ്ക്ക് പകരം നമുക്ക് പാല് 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പോർഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 ചിരട്ട എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എലി വന്ന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റെയർ കേസിലൊക്കെ അതുവഴിയൊക്കെ എലി വരാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. അതേപോലെ ഗാർഡൻ, നമ്മുടെ പച്ചക്കറി തോട്ടത്തിലൊക്കെ ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവെക്കാം. അതുപോലെ വീട്ടിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ മാളങ്ങൾ പോലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. കാരണം ആ വഴിയൊക്കെ എലിയും പെരിച്ചാഴിയും ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇത് തിന്നിട്ട് അത് ഉടനെ ഇതിന് പരവേശം എടുത്തിട്ട് ഉടനെ തന്നെ അത് വെപ്രാളം എടുത്ത് ആ സ്ഥലത്തു തന്നെ ഓടിപ്പോകും, അല്ലെങ്കിൽ അത് വെപ്രാളപ്പെട്ട് അത് ചത്ത് വീഴുന്നതായിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനെ ഓടിച്ച് കളയാവുന്നതാണ്.
ഗ്യാസ് അടുപ്പിൻ്റെ താഴെയായിട്ട്, അതേപോലെ കബോർഡിൻ്റെയൊക്കെ സൈഡിലായിട്ട് നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. ആ സ്ഥലങ്ങളിലൊക്കെ ഇത് എലി ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അത് രണ്ടാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ആ രണ്ടാക്കി മുറിച്ചതിൽ ഒരു പോർഷൻ വീണ്ടും രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ പോർഷൻ കുറച്ച് മാറ്റിയെടുക്കണം. അപ്പോൾ ഒരു കുഴി പോലെ തോണ്ടി തോണ്ടി ഒരു സ്പൂൺ ഉപയോഗിച്ച് തോണ്ടി തോണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കിയ മിക്സിൻ്റെ കൂട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കണം. ഉള്ളെടുത്തിട്ട് നമുക്ക് അതിലോട്ട് ആ ഉള്ളിലോട്ട് ആ കുഴി പോലെ നമ്മൾ ഉണ്ടാക്കിയ ഭാഗത്തോട്ട് ഇത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പോലെ ഉരുളക്കിഴങ്ങിൻ്റെ മറ്റേ പാട്ടും ഇതേപോലെ തന്നെ കുഴി പോലെ ഉണ്ടാക്കി എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ആ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എടുക്കുമ്പോൾ നമുക്ക് മുളയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാവുന്നതാണ്. അതിനകത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാർട്ടൂടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നത് വെക്കുന്നത് ഒരു മുട്ടത്തോടുണ്ട്. ആ മുട്ടത്തോടിൻ്റെ ഉള്ളിലോട്ടാണ് ഫില്ല് ചെയ്ത് വെക്കുന്നത്. വെച്ച ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ എലിയെ ആകർഷിക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ചാനലിൽ ഇതുപോലുള്ള ടിപ്സ്, അതുപോലെ റെസിപ്പീസ്, അതുപോലെ ഹെയർ കെയർ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കണ്ടിട്ട് പറയാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നമുക്ക് ശല്യക്കാരായ എലി, പല്ലി, പാറ്റയൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇനി നമുക്കിത് എലി വന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിഴക്കകത്തൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തൊന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ അത്രയും നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടത്തില്ല. അതേപോലെ നമ്മൾ ഇത് വീടിനകത്ത് വെക്കുന്ന സമയത്ത് കൊച്ചുകുട്ടികളൊക്കെ എടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പല്ലികളൊക്കെ ആണെങ്കിലും ഇത് വന്ന് നക്കി നക്കി ഇത് തിന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ബേക്കിംഗ് സോഡയുടെ എഫക്റ്റും അതേപോലെ ഉപ്പിൻ്റെയൊക്കെ ഈ എഫക്റ്റ് കാരണം, ഇഞ്ചിയുടെ ഒക്കെ ഉള്ള ആ നീറ്റിലും പോച്ചിലും ഒക്കെ ഇത് കാരണം ഇതിന് ഭയങ്കര പരവേശം എടുത്തിട്ട് ആ സ്ഥലത്തു തന്നെ ഇത് പോകാറുണ്ട്. പിന്നീട് അതിന് ഈ സ്ഥലത്തോട്ട് വരുത്തേയില്ല. നമ്മൾ മുളക് പൊടി ചേർത്തു. ആ കൂട്ടത്തിൽ നമുക്ക് 1-2 കുരുമുളക് പൊടിച്ച് ചേർക്കാവുന്നതാണ്. കണ്ടല്ലേ, നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം മതി ശല്യക്കാരായ പല്ലി, പാറ്റ, അതുപോലെ തന്നെ എലിയൊക്കെ ഓടിക്കാനായിട്ട്. ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ അവൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.